വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയുടെ കണ്ടിന്യൂഷൻ ക്ലാസ് തന്നെയാണ്. മുൻപിട്ട വീഡിയോസ് എല്ലാവരും കണ്ടുപഠിക്കാൻ ശ്രമിക്കുക. പുതിയ SCERT അടിസ്ഥാനപ്പെടുത്തി VFAക്ക് വേണ്ട ഏറ്റവും പുതിയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. BR അംബേദ്കർ പറഞ്ഞൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വതന്ത്രം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. അദ്ദേഹം 1949 നവംബർ 25 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലാണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വാക്കുകൾ അംബേദ്കറുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്നിവ എല്ലാ പൗരർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങളായും രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതോടൊപ്പം രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരർ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളുമാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാഠത്തിൻ്റെ മെയിൻ കോർ കോൺസെപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്കറിയാം. മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, കർത്തവ്യങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണല്ലേ അതെല്ലാം. ആ 3 കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങളുണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി പുനഃസംഘടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി പഠിക്കാം. അവകാശങ്ങൾ അഥവാ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്? അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്. വ്യക്തികൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഇതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെൻറ്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പാക്കുന്നു എന്ന് പറയുന്നുണ്ട്. മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അന്തർദേശീയ തലങ്ങളിൽ മൗലിക അവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണെന്ത്? മൗലിക അവകാശങ്ങൾ. ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ താഴെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ട് നോക്കാം. നമുക്ക് അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ബോക്സ് ഒന്നുകൂടെ വായിക്കാം. എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് അഥവാ മനുഷ്യ അവകാശങ്ങൾ? എന്താണ്? മനുഷ്യർ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗ, പദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണെന്ത്? മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളുടെ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. മൗലികാവകാശങ്ങളുടെ 4 വഴികൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്താണ്? മാഗ്ന കാർട്ട 1215 മാഗ്ന കാർട്ട പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഈ ഒരു മാഗ്ന കാർട്ടയാണ്. അമേരിക്കൻ അവകാശ പത്രികയാണ് അടുത്തതായിട്ട് വരുന്നത്. 1789 ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണിത്. അമേരിക്കൻ ഭരണഘടനയിലുള്ള അവകാശ പത്രിക 1789 വർഷം.
ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ 1789 തന്നെയാണ് ആ വർഷം. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണിത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് പിന്നീട് വരുന്നത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 വർഷം. എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ചൊരു അവകാശ രേഖയാണ് ഈ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. 1215 മാഗ്ന കാർട്ടയുണ്ട്. 789 തന്നെ 2 കാര്യങ്ങളുണ്ട്. അമേരിക്കൻ അവകാശ പത്രികയും ഫ്രഞ്ച് വിപ്ലവത്തിൽ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതിന് ശേഷമാണ് 1948 എന്ത് സംഭവിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. മാഗ്ന കാർട്ട എന്താണെന്ന് നോക്കാം. ഈ ഒരു മാഗ്ന കാർട്ട 1215 മാഗ്ന കാർട്ടയെ പറ്റി കൊടുത്തിരിക്കുകയാണ്. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. മാഗ്ന കാർട്ട എന്ന വാക്കിൻ്റെ അർത്ഥമാണ് വലിയ പ്രമാണം. രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവയ്പ്പിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനം കൊണ്ട് രൂപപ്പെട്ടവയാണ്. ബിൽ ഓഫ് റൈറ്റ്സും പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ഒക്കെ ഈ മാഗ്ന കാർട്ടയുടെ ഇൻഫ്ലുവൻസ് അതിനൊക്കെ വന്നിട്ടുണ്ട്. അടുത്തൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് 1789 അമേരിക്കൻ അവകാശ പത്രിക. ബിൽ ഓഫ് റൈറ്റ്സ് ആണ് അല്ലേ അമേരിക്കൻ അവകാശ പത്രിക. അപ്പോൾ അമേരിക്കയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മതവിശ്വാസത്തിനുള്ള അവകാശമുണ്ട്, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശമുണ്ട്, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശമുണ്ട്, പിന്നെ സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങളാണ് അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്നത്. നമുക്ക് 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ അമേരിക്കയ്ക്കുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഏതൊക്കെയാണ്? മതവിശ്വാസത്തിനുള്ള അവകാശമുണ്ട്, പിന്നെ അഭിപ്രായ പ്രകടനം, മാധ്യമ പ്രവർത്തനം, സമാധാനപരമായ സംഘം ചേരാൻ, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം. ഇതൊക്കെ 5 കാര്യങ്ങളാണ് ഈ ഒരു അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞു ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുന്നുള്ളൂ എന്നാണ് ഈ പ്രഖ്യാപനം പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? എല്ലാ പൗരരും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. അവർ ജന്മനാ സ്വതന്ത്രരാണ് അല്ലേ. അവകാശങ്ങൾ എല്ലാവർക്കും തുല്യതയുണ്ട്. സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുന്നുള്ളൂ എന്നൊക്കെയാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച ഈ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന അവകാശ രേഖകൾ മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിൻ്റെ രൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പല ജനാധിപത്യ രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ ഇവ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിലും ചില അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്നിവയെല്ലാം ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ്. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലിക അവകാശങ്ങളുടെ നാൾവഴിയായ അവകാശ രേഖകളും നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഭരണഘടനാ ദിനമെന്നാണ് നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. ഭരണഘടനയെ അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്. സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും
ഭരണഘടനയാണ്. അപ്പം നിയമപരമായിട്ടുള്ള അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് സാധാരണ ഒരു നിയമം കൊണ്ട് നമുക്ക് സാധിക്കും. പക്ഷേ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയൊരു കോൺസെപ്റ്റാണല്ലേ പറയുന്നത്. അത് സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ആരാണ്? ഭരണഘടനയാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം എന്നാണ് പറയാം. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. ഈ അവകാശ പ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഇതോടൊപ്പം ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനവും ഉറപ്പു നൽകുന്നുണ്ട്. പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശ പ്രകാരം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഈ ഒരു ഭരണഘടനയുടെ ഭാഗം 3 നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ഫസ്റ്റ് വണ്ണാണ് എന്ത്? സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ഭാഗം 3 കൈയെഴുത്ത് പ്രതി ഇവിടെ ഒരു ചെറിയൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു സമത്വത്തിനുള്ള അവകാശം എന്താണെന്ന് പറഞ്ഞു, റൈറ്റ് ടു ഇക്വാലിറ്റി. അടുത്തൊരു അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എന്താണ്? റൈറ്റ് ടു ഫ്രീഡം. ദീർഘകാലം വൈദേശികാധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ പ്രതിഫലിക്കുന്നത്. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇതുപ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. അനുച്ഛേദം 19 എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെയാണ് അനുച്ഛേദം 19 പറയുന്ന സ്വാതന്ത്ര്യങ്ങളിൽ പെടുന്നവ. ഇവ കൂടാതെ എന്തൊക്കെയുണ്ട്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നമുക്ക് നോക്കാം. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ 2002 86 ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് മൗലികാവകാശം അല്ലെങ്കിൽ വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. 86 ഭേദഗതി വർഷം 2002 21A ആണ് അനുച്ഛേദം. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും, അത് ഇമ്പോർട്ടൻ്റ് ആണ്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം എന്ത് ചെയ്തു? നിയമം മൂലം ഉറപ്പാക്കി എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ വർഷവും ആ ഒരു ഭേദഗതിയും അനുച്ഛേദവും അത് പ്രാബല്യത്തിൽ വന്ന തീയതിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അടുത്തൊരു മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുക എന്നതാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 23 എന്താ പറയുന്നത്? എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അനുച്ഛേദം 24 പ്രകാരം എന്താ ചെയ്യുന്നത്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകടകരമായ മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നു. അപ്പോൾ 23 24 നമ്മൾ പഠിച്ചു അല്ലേ? കുട്ടികൾക്കെതിരായ ചൂഷണങ്ങളിൽ ഒന്നാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു, കഠിനമായ ജോലി ചെയ്യുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഇന്ത്യയിൽ ഓരോരുത്തർക്കും എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് അല്ലേ? ഈ അവകാശം അവരവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങൾക്കും
തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. അടുത്തൊരു അവകാശം കൊടുത്തിട്ടുള്ളത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളാണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ. അതെന്താണ്? വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിൻ്റെ സവിശേഷതയാണ്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമാണ് ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് ഈ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനും ഒക്കെ എന്തുണ്ട്? അവകാശം ഭരണഘടനയിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. ഇതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കാനും പരിപോഷിക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ലാസ്റ്റത്തെ അവകാശം. അതൊന്ന് നോക്കുക. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. വ്യക്തികളുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിൽ ഒന്നാണ് ഭരണഘടനാപരമായിട്ടുള്ള അവകാശം, അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള അവകാശം. മേൽപ്പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും നമ്മൾ ലംഘിക്കുന്ന പക്ഷം അപ്പോൾ നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടണം, അല്ലെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാം. അപ്പോൾ ഈ സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകളിലൂടെയാണ് മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യുക? പുനഃസ്ഥാപിക്കുന്നത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശം എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏത്? അനുച്ഛേദം ഏതാണ്? 32. ഓക്കെ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മുടെ മൗലികാവകാശങ്ങളെ പറ്റിയിട്ടൊരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. മൗലികാവകാശങ്ങളിൽ 6 എണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യം 19 തൊട്ട് 22 വരെയാണ്. ചൂഷണത്തിനെതിരായുള്ള അവകാശം 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. വിദ്യാഭ്യാസം, സാംസ്കാരികം, വിദ്യാഭ്യാസമായ അവകാശങ്ങൾ 29, 30. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് അനുച്ഛേദം 32. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞു എന്താണ്? റിട്ടുകളാണ് എന്ത്? ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്ക് നമ്മൾ യൂസ് ചെയ്ത ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലേ. അപ്പോൾ റിട്ടുകൾ എത്ര എണ്ണമുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. റിട്ടുകൾ പലവിധം. ഹേബിയസ് കോർപ്പസ്. അന്യായമായ തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണെന്ത്? ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ. മാൻഡമസ് എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാം. മാൻഡമസ്. പ്രൊഹിബിഷൻ എന്താണ്? തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവാണ് പ്രൊഹിബിഷൻ. വിലക്കുന്നു അല്ലെ, പ്രൊഹിബിറ്റ് ചെയ്യുന്നു, അതാണ് പ്രൊഹിബിഷൻ. കോവാറണ്ടോ എന്ത് അധികാരം എന്നാണ് അതിൻ്റെ മീനിങ്. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ്, എനിക്ക് ഉത്തരവാണ് കോവാറണ്ടോ. സെർഷ്യൂററി എന്താണ്? ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറയുന്നതാണ് സെർഷ്യൂററി. അപ്പോൾ ഇത്രയും റിട്ടുകളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അടുത്തൊരു കാര്യമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശകത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. മൗലിക അവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവ കോടതിയിലൂടെ പിൻബലത്തോടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമോ? ഇല്ല. അല്ലെ, നിർദ്ദേശകത്വങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോടതിയിലൂടെ പുനഃസ്ഥാപിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഇതേ സമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശകത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതായിട്ടുണ്ട്. ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശകത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശകതത്വങ്ങൾ.
ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഉള്ള സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണിവ. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക, സാമൂഹ്യ, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശതത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശതത്വങ്ങളെ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്ന് തിരിക്കാം. അപ്പോൾ ഇത് 3 ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഉദാര ആശയങ്ങൾ ഉൾപ്പെടാത്തത്? ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണ്, എന്തിലൊക്കെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. ഇത് 3 നോക്കാം. ഉദാര ആശയങ്ങൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരർക്ക് ഏകരൂപമായൊരു നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, പരിസ്ഥിതി കന്നുകാലി വന്യജീവി സംരക്ഷണം. അപ്പം ഇതെല്ലാം ഈ ഒരു സമാധാനം, സുരക്ഷിതത്വം, പൗരർക്കൊരു നിയമ സംഹിത, അതുപോലെ തുല്യനീതി, തുല്യ നിയമസഹായം, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യം, പരിസ്ഥിതി കന്നുകാലി വന്യജീവി സംരക്ഷണം, ഇതെല്ലാം വരുന്ന എന്തിലാണ്? ഉദാര ആശയങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരുന്നത് എന്തൊക്കെയാണ്? കൂടുതലും തൊഴിലാളി റിലേറ്റഡ് ആയിരിക്കും അല്ലേ സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവ്വവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പെടുത്തുക. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്? തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം എന്തിൽ വരും? സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരും. ഇനി ഗാന്ധിയൻ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഗാന്ധിജി എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നമുക്കറിയാം. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷി, മൃഗസംരക്ഷണം, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. അപ്പോൾ ഈ ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഗാന്ധിയൻ ആശയങ്ങളും നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പം അത് 2 പറഞ്ഞാൽ തന്നെ മറ്റൊന്ന് നമുക്ക് കിട്ടുമല്ലോ. ചോദിക്കാൻ സാധ്യതയുള്ളത് ഉദാര ആശയങ്ങൾ വേണേൽ ചോദിക്കാം, കാരണം കുറച്ചുകൂടി കൺഫ്യൂസ്ഡ് ആക്കാൻ പറ്റും PSCക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നാൽ തന്നെ. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കാം, നിർദ്ദേശ തത്വങ്ങളും മൗലിക അവകാശങ്ങളും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളും രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ കറക്റ്റാണ്, പരസ്പര പൂരകങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശ തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു. മൗലിക അവകാശങ്ങൾ പ്രധാനമായിട്ടും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ സാധിക്കും. പക്ഷെ നിർദ്ദേശ തത്വങ്ങൾ ലംഘിക്കപ്പെടാൻ നമുക്ക് അങ്ങനെ കോടതിയെ സമീപിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ന്യായവാദാർഹമല്ല എന്ന് പറഞ്ഞായിരുന്നു. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനായി സങ്കീർണമായ നടപടികൾ ആവശ്യമാണ്. നിർദ്ദേശതത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന എന്നാൽ ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ നിർദ്ദേശ തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിർദ്ദേശ തത്വങ്ങൾ പ്രയോഗത്തിൽ സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 93 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയത്. അപ്പോൾ ഒരു നിയമപരമായിട്ട് ഈ ഒരു നിർദ്ദേശത്വങ്ങൾ ഓൾറെഡി നമ്മുടെ ഭരണഘടനയിലുള്ള നിർദ്ദേശത്വങ്ങൾ എടുത്തിട്ട് അത് അതിൻ്റെ ഒരു ആശയം കൊണ്ട് തന്നെ എന്താണ് നമുക്കൊരു നിയമപരമായിട്ടത് നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 93 പഞ്ചായത്ത് ആക്ട് നമ്മൾ പറഞ്ഞു, ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യങ്ങൾ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് വന്നൊരു നിയമമാണല്ലേ ഇത്. ഉദാര ആശയങ്ങളുടെ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 എന്ത് വന്നു? വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറഞ്ഞു. പിന്നെ പരിസ്ഥിതി സംരക്ഷണം ഗാന്ധിയൻ ആശയങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് 1986 എന്ത് വന്നു? പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നു. 1974 തുല്യവേതന നിയമം വന്നു. സ്ത്രീക്കും പുരുഷനും തുല്യവേതനം. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പഠിച്ചാണ് ഇപ്പോൾ നമ്മൾ. അതുപോലെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് നിയമപരമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൗജന്യ നിയമസഹായം എന്ന നിർദ്ദേശ തത്വം നടപ്പിലാക്കി വരുത്താതിരുന്നാൽ അതിനെതിരെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കുമോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ, ഒരു കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, സൗജന്യ വിദ്യാഭ്യാസം പോലുള്ള മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് നമുക്ക്
നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സൗജന്യ നിയമസഹായം എന്ന നിർദ്ദേശം നടപ്പിലാക്കാതെ വരാതിരുന്ന നിർദ്ദേശകത്വം അല്ലേ അത്, നമുക്കങ്ങനെ സുപ്രീം കോടതിയിലൊന്നും സമീപിക്കാൻ പറ്റത്തില്ല. മൗലിക കർത്തവ്യങ്ങൾ. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞൊരു കാര്യമാണ്, ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. അപ്പോൾ അതാണ് കർത്തവ്യങ്ങൾ അല്ലേ. നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങളുണ്ട്, നിർദ്ദേശതത്വങ്ങളുണ്ട്, മൗലിക കർത്തവ്യങ്ങളുണ്ട്. അപ്പോൾ എന്താ കർത്തവ്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോരുത്തരും എന്താ ഓർക്കേണ്ടത്, നമ്മൾ ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്, പക്ഷേ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലേ. നമ്മൾ ഡ്യൂട്ടീസ് എന്നല്ല പറയാം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണത്. അപ്പോൾ അങ്ങനെ ഒരു കർത്തവ്യം കൂടി നമുക്കുണ്ട്, നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുക. എന്നാണ് ആര് പറയുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ പറയുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേലാണ് പറയുന്നത്, ഇന്ത്യൻ പൗരർക്ക് അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടാകുന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. പൗരർ പാലിക്കേണ്ടതായ ചില കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ഏതാണത്? നമുക്കറിയാം, സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഏതാണ്? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭാഗമായിട്ട് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം 4A, നമ്മൾ പറഞ്ഞ നിർദ്ദേശത്വങ്ങളുടെ 4ാം ഭാഗമാണെന്ന് പറഞ്ഞു. ഇവിടെ 4A ആണ്. ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ആശയങ്ങളാണ്. എല്ലാ പൗരരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടുത്തുന്നതാണിവ. 11 ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായ ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ഇവയിൽ ചിലത് ധാർമ്മികപരമായിട്ടുള്ളതും ചിലത് പൗരധർമ്മപരമായതുമാണ്. പൗരർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് കൂടി ബോധവാന്മാരാകണം എന്നാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനാണ് പൗരർ ചില കടമകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് ഭരണഘടന പറയുന്നത്. നമ്മുടെ ഭരണഘടന വ്യക്തികളുടെ അന്തസ്സുറ്റ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉറപ്പു നൽകുന്നു. ഒപ്പം സാമൂഹ്യ ക്ഷേമത്തിനായുള്ള രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശതത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കും നിലനിൽപ്പിനും ഉതകുന്ന കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ ഭരണഘടന അവകാശങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും ഒരു സംഹിതയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു സിലബസിലൊരു 3 ടോപ്പിക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ, കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ കഴിഞ്ഞു അല്ലേ. ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ പഞ്ചായത്ത് രാജ് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആക്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ചാപ്റ്ററായിട്ട് തന്നെ കാണാതെ സിലബസിലുള്ള ഓരോ കാര്യങ്ങളാണ് ഈ പഠിച്ചു പോകുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട്സിനായിട്ട് ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. VFAക്ക് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.